കേരളം ഒരു മനസ്സോടെ പങ്കെടുത്ത ദൗത്യമാണ് ശിരൂരിൽ നടന്നത്. കോഴിക്കോടുകാരനായ മലയാളിയായ അർജുന് വേണ്ടിയുള്ള സമാനതകളില്ലാത്ത തെരച്ചിലിന് സാക്ഷ്യം വഹിച്ച കാലമാണ് കടന്നുപോകുന്നത്. അർജുൻ്റെ ഓർമ്മകൾക്ക് 2 വയസ്സ് എത്തുമ്പോൾ നമുക്കൊപ്പം ലോറിക്കാരനായ മനാഫാണുള്ളത്. ഒരുപക്ഷെ അർജുന് വേണ്ടി ഏറ്റവും അധികം ആ ദിവസങ്ങളിൽ കഷ്ടപ്പെട്ട ആൾ കൂടി അദ്ദേഹമാവും. കേവലം ഒരു ലോറി നഷ്ടപ്പെട്ടതിനപ്പുറം തൻ്റെ സഹോദരനെ പോലെ കരുതുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, അതിനായാണ് അദ്ദേഹം മുൻകൈ എടുത്തത്. 2 വർഷമാവുന്നു അർജുൻ്റെ ഓർമ്മകൾക്ക്, അല്ലേ? എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നു അന്നത്തെ ആ ദിവസങ്ങൾ? വല്ലാത്തൊരു ദിവസമായിരുന്നു. 72 ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 72 ദിവസമാണ് കടന്നുപോയത്. ഇന്നും അർജുൻ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്. അതായത് വയനാട് ദുരന്തം നടന്ന് 400 ചില്ലാൻ ആളുകൾ മരണപ്പെട്ട് അവരിൽ എത്ര പേരുടെ പേരുകൾ നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. പക്ഷെ അർജുൻ എപ്പോഴും ആളുകൾ ഓർക്കുന്നുണ്ട്. അതൊരു വൈകാരികമായിട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക ഒരു സംഭവം തന്നെയാണ്. 2024 മുതൽക്കുള്ള ഈ കേരളത്തിൽ ജീവിച്ച എല്ലാ മനുഷ്യരും അർജുനെ ഓർക്കുന്നുണ്ട്. അതന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു കേരളത്തിൽ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കണമെന്ന് അറിയില്ല. മലയാളികൾ ഒറ്റക്കെട്ടായി അന്യ സംസ്ഥാനത്ത് അവിടുത്തെ കാലാവസ്ഥനെ വെല്ലുവിളിച്ച്, അവിടുത്തെ ഭരണകൂടത്തെ വെല്ലുവിളിച്ച്, അവിടുത്തെ സിസ്റ്റത്തിനെ വെല്ലുവിളിച്ചിട്ട് കേരളത്തിൻ്റെ ഒരു മലയാളിയായ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടുവരാൻ ഒറ്റക്കെട്ടായിട്ട് പ്രയത്നിച്ചതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. തീർച്ചയായിട്ടും ഇതിന് ഞാൻ ഓരോ ആളുകളോടും കടപ്പെട്ടിരിക്കുകയാണ്. മലയാളികളായിട്ടുള്ള അവരുടെ 72 ദിവസം ഞാൻ എൻ്റെ കൂടെ സഞ്ചരിച്ച വ്യക്തികളാണ് ഈ മലയാളികൾ. ഒരിക്കലും അവരില്ലെങ്കിൽ ഇത് കിട്ടൂലേനി. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വിഷയം സത്യത്തിൽ 4 വരിയിൽ ഒതുങ്ങേണ്ട ഒരു വിഷയമാണ്. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവർ കാണാതായി. ഈ ഒരു വിഷയത്തെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും ചർച്ച ചെയ്യാനൊരു കാരണക്കാരനായി മാറി എന്നുള്ളതിൽ ഇപ്പോഴും മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, എങ്ങനെയായിരുന്നു ആ തുടക്കം? ഈ ഒരു വിവരം ആദ്യം അറിഞ്ഞത് എങ്ങനെയാണ് ആദ്യം അങ്ങോട്ട് പോകുന്നത്? എപ്പോഴാണ് അറിയുന്നത്? ഞാൻ ആദ്യം തന്നെ 16-ാം തീയതി രാവിലെ തന്നെ ഒരു 11 മണിയാകുമ്പോൾ സാധാരണ ഓഫീസിൽ തിരക്കുകൾ, അത്യാവശ്യം നല്ല കച്ചവടമായിരുന്നു. ആ സമയങ്ങളിൽ തിരക്ക് പിടിച്ച ജീവിതത്തിന് കച്ചവടവും അതൊക്കെ തന്നെ ഇനി ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഒരു 11 മണിയായി ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അനിയൻ വിളിച്ചിട്ട് പറയണത്. ഫോൺ വന്ന്, അനിയനുണ്ട് കൂടെ. പെട്ടെന്ന് ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നമ്മളെ ലോറി ഇങ്ങനെ മണ്ണിടിച്ചിൽ കാണാതായിരിക്കുന്നു. അന്നത്തെ ഒരു ഇതിൽ ഞാൻ അവനോട് പറഞ്ഞു, നമ്മളതായിരിക്കില്ല, വേറെ ആരും കഴിക്കും, നമ്മളിത് പെടാൻ സാധ്യതയില്ല. പക്ഷെ കുറച്ച് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലായി ലോറി നമ്മൾ തന്നെയാണ് കാണാതായത്. കാരണം അവനെ കിട്ടുന്നില്ല. അപ്പം തന്നെ അനിയനെ പറഞ്ഞയച്ച് കർണാടകയിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ റോഡ് ക്ലിയർ ചെയ്തിട്ട് വാഹനങ്ങൾ കടത്തിവിടാനുള്ള ടോള് കിട്ടുന്ന ഒരു റോഡാണത്. അപ്പം വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു ധൃതിയിലതിന് പെരും മഴയിന്. ഈ മഴയത്ത് എൻ്റെ അനിയനൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നീന്. അനിയന് ഒരു ചെറിയൊരു റെയിൻകോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ കെഞ്ചുക. പോലീസ് ഉദ്യോഗസ്ഥന് ജീപ്പിൽ ഇരുന്നിട്ട് പിന്നെ റീൽസ് കാണുക. അനിയൻ ഇങ്ങനെ കെഞ്ചുണ്ട്. അർജുൻ്റെ അനിയനാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ അനിയന്, ഒന്ന് നമ്മളെ ലോറി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു തരത്തിലും മൈൻഡ് ചെയ്യാത്തൊരു സമയം വന്നപ്പോൾ ഞാൻ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കോഴിക്കോട് MP പോയി കണ്ട്, മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടേക്ക് പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു ഒറ്റപ്പെട്ട ഒരു സമയം അത്. പിന്നെ ഒരു പോരാട്ടം അങ്ങോട്ട് തുടങ്ങി. ആദ്യഘട്ടങ്ങളിൽ ഒരു 3-4 പ്രാവശ്യം പോലീസുകാരുടെ അടിയൊക്കെ ഒക്കെ കിട്ടേണ്ടി വന്നു.
പിന്നെ ഈ മോർച്ചറികളിൽ പോക്കായി, ഹോസ്പിറ്റലുകളിൽ തിരയലായി, നമ്മളെ വണ്ടിയും കാണില്ല, ഡ്രൈവറെയും കാണില്ല, ആർക്കും ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പിന്നീട് ആ പോരാട്ടം മലയാളികൾ ഏറ്റെടുത്ത്, അതോടുകൂടി മന്ത്രിമാർ ഏറ്റെടുത്ത്, രാഷ്ട്രീയ പ്രവർത്തകർ ഉണർന്ന്. ഇതിൻ്റെയൊക്കെ പിറകിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരാണ്. കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തകർ ഒരു ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒറ്റക്കെട്ടായിട്ട് ഈ കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകർ അണിനിരന്ന്, ഇന്നെപ്പോലെ തന്നെ ഞാൻ എൻ്റെ ലോറിക്ക് വേണ്ടിയിട്ടാണ് അവിടെ കഷ്ടപ്പെട്ടത്, ആ കാലാവസ്ഥയോട് പോരാടിയത്. അർജുൻ ആരാന്ന് പോലും അറിയാത്ത ഈ മാധ്യമ പ്രവർത്തകർ മഴയത്തും വെയിലത്തും രാവും പകലും അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പല മാധ്യമ പ്രവർത്തകരും സുഖമില്ലാതായി. കേരളത്തിലെ 1-ാം നമ്പർ മാധ്യമ പ്രവർത്തകർ പോലും ആ സ്ഥലത്ത് വന്ന് റിപ്പോർട്ട് ചെയ്ത്. ഇതൊക്കെ കേരളത്തിലുള്ള ഇത് മൊത്തം ഒരു ചരിത്രമാണ്. പല ഉപകരണങ്ങളുടെ പേര് പോലും നമ്മളെ മലയാളികൾ കേൾക്കുന്നത് സോണാർ പരിശോധന, മറ്റേ പരിശോധന, പല പല തരത്തിലുള്ള പരിശോധനകൾ. ഇന്ത്യയിലെ എല്ലാ വിധത്തിലുള്ള മെഷീനറീസും ഫോഴ്സും, മിലിറ്ററി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എല്ലാവരും തെരഞ്ഞ് ഇത്രമാത്രം ദൈർഘ്യമേറിയ ഒരു തെരച്ചിൽ ചിലപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടാവില്ല. 72 ദിവസം ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിച്ച്, ഈ സംവിധാനം മൊത്തം പ്രവർത്തിച്ചിട്ട് പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആദ്യഘട്ടങ്ങളും അവസാനം വരെ. പക്ഷെ ഇതിൽ ഞാൻ കുറേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പല വാഹനങ്ങളുടെ പാർട്സുകൾ കിട്ടിയ സമയത്ത് പോലും എനിക്ക് വേണമെങ്കിൽ ഇൻ്റെതാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ആദർശം വിട്ട് കളിച്ചിട്ടേ ഇല്ല. ഇൻ്റെതല്ലാത്തത് ഇൻ്റെതല്ല എന്ന് തന്നെ പറഞ്ഞു. അതിനും കുറേ പഴി കേൾക്കേണ്ടി വന്നു. അല്ല, അർജുൻ എങ്ങനെയുള്ള ഒരു ജീവനക്കാരനായിരുന്നു? താങ്കൾക്ക് അർജുനുമായി അടുത്ത ബന്ധമായിരുന്നു. അർജുന് താങ്കളോടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? നല്ലൊരു എന്താ പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു കാര്യപ്രാപ്തിയുള്ള ആള്, പ്രായത്തേക്കാൾ കൂടുതൽ പക്വത ഉള്ള മനുഷ്യൻ. ഇതാണ് എനിക്ക് ആദ്യം മുതൽക്ക്. സത്യസന്ധനാണ്. ഞങ്ങളുടെ ലോറിയിലാണ് പൈസ വരാറ്, മരം വിറ്റതിൻ്റെ പൈസ വരാറ്. ഇതൊക്കെ കൃത്യമായി കൊണ്ടുതരാനും, അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഓൻ്റെയും കൂടി ബിസിനസ്സാണെന്നുള്ള ഒരു ബോധമുള്ള, എനിക്ക് 10 റുപ്യ കിട്ടിയാലേ ഓനക്കൊരു 10 റുപ്യ കിട്ടുള്ളൂ എന്നുള്ള ബോധമുള്ള ആളെ. പല മരങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം പല പാർട്ടികൾക്കും വിൽക്കൽ, അങ്ങനെയൊക്കെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ റിസ്ക് ഏറ്റെടുത്തിട്ട് ഈ വിഷയത്തിൽ എന്ത് പോയിന്റിലാണ് ഇത് പൂർത്തിയാക്കണം, അർജുനെ കണ്ടെത്തി മടങ്ങും എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു കാരണം? ഈ ലോറിയിലുപരി, ലോറി പോയാൽ നഷ്ടപരിഹാരം ലഭിക്കുമായിരിക്കാം, പക്ഷേ മനുഷ്യന് പരിഹാരമില്ല. ഏത് പോയിന്റിലാണ് ഈ അർജുനെയും കൊണ്ട് ഇവിടേക്ക് മടങ്ങി വരൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഒന്നാമത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 7 ലോറി ഉണ്ട്. ഈ ലോറികളുടെ ഒക്കെ ഒറ്റ ഡ്രൈവറാണ് പോവുക, ക്ലീനർ ഉണ്ടാവില്ല. കാരണം ഇവർക്ക് അതിൻ്റെ വരുമാനം കിട്ടുക എന്നുള്ളതാണ്. ക്ലീനർക്ക് കൊടുക്കണ 10 കൂടി ഡ്രൈവർക്ക് കിട്ടിയാലേ അവർക്ക് നല്ലൊരു പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടുകളിലൂടെ ഇവർ യാത്ര ചെയ്യുമ്പോൾ ഒരു വിശ്വാസമാണ്. പല ഘട്ടങ്ങളിലും ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പല രാത്രിയിലും ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തിട്ട് പല സ്റ്റേറ്റുകളിലേക്കും പോയിട്ടുണ്ട്. കാരണം അപകടത്തിൽ പെടുമ്പം നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ചവടത്തിൽ കുറേ മൂല്യങ്ങൾ ഉണ്ടാവണം. അതായത് ഒരു ജോലിക്കാരന് തോന്നണം ഞാൻ മുതലാളി എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല നയിച്ചു കൊണ്ടിരുന്നത്, എൻ്റെ വീട്ടിലേക്കും കൂടിയാണ് നയിച്ചു കൊണ്ടിരുന്നത്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തമാണ് അവനെ തിരിച്ചു എടുക്കുക എന്നുള്ളത്. അർജുന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് ആണ് അവിടെ നിന്നത്. ആ വാടകയ്ക്ക് വീടെടുത്ത ഉടമയോട് ഞാൻ പറഞ്ഞത് അൺലിമിറ്റഡ് എഗ്രിമെൻ്റാണ്. എന്നൊയ്യൊന്നും എനിക്കറിയില്ല. എനിക്ക് അവനെ കിട്ടണ വരെ എഗ്രിമെൻ്റ് ഇങ്ങനെ പോകണം, വാടക കൃത്യം തരാം, ഇതാണ് എഗ്രിമെൻ്റ്. അത് ഞാൻ പാലിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ നോക്കി താങ്കൾക്ക് ഒരുപാട് പണച്ചെലവ് വന്നു, പിന്നീട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ ജീവിതത്തിൽ, അല്ലേ? ഈ ഒരു ദൗത്യം വിജയിച്ചെങ്കിൽ പോലും പിന്നീട് ഒരു നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്ക്, ഒരുപക്ഷെ ഈ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവായത് താങ്കൾക്കായിരിക്കും. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇതൊന്നും ഞാൻ അത്ര വലിയ പണക്കാരനായിട്ടല്ല. എൻ്റെ മൂല്യങ്ങളാണ്
ഇതിനൊക്കെ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ സ്വന്തം വീട് വരെ വിൽക്കാൻ വേണ്ടിയിട്ട് ലെഡ്ജർ കൊണ്ടുവരാൻ പണം ഇല്ല എന്ന് കർണാടക ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട് വിറ്റിട്ട് പണം എത്തിക്കാന്ന്. ഈ വീട് എത്രയും എളുപ്പത്തിൽ വിറ്റ് പോകുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. ആരും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. ആറ്റുനോറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാണ്. അതാണ് എൻ്റെ അടുത്ത് പിന്നെ വെക്കാനുള്ളത്. എൻ്റെ കുറേ വാഹനങ്ങൾ വിറ്റിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ പണം ആ ദിവസങ്ങളിൽ അവിടെ ചിലവാക്കിയത്. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂല്യമാണ്. ഞാൻ ഇതൊക്കെ പിന്നെ ഉണ്ടാക്കാം, പക്ഷേ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആ സമയത്ത് ആ മൊബൈൽ റിങ് ചെയ്ത് പറയുമ്പോൾ ആ ഫാമിലി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ഉൾക്കിടിലം അത് പറഞ്ഞറിയിക്കാനാവാത്തൊരു വിഷയമാണ്. എൻ്റെ ഉത്തരവാദിത്തമാണത്. പ്രതീക്ഷയാണ് ഞാൻ കണ്ടുപിടിക്കുന്നുള്ളത്. ആ സമയത്ത് അതങ്ങനെ ഇപ്പോൾ താങ്കൾക്ക് വീട് വരെ വെക്കാൻ ആലോചിച്ചെങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷിച്ച ഒരു ഒരു കാര്യങ്ങൾ പിന്നീട് ഉണ്ടായില്ല. ഇതിൻ്റെ ഹീറോകളൊക്കെ പലരും വരുന്നു. ഇപ്പം MLA വരുന്നു, മാൽപ്പെ വരുന്നു. അങ്ങനെ ഇതിൻ്റെ ഹീറോകളായും പിന്നീട് കുടുംബമായിട്ടൊക്കെ വലിയ ബന്ധം പുലർത്തുന്നത് ഈ രണ്ടാമത് കുറച്ച് ദിവസങ്ങളിലെങ്കിലൊക്കെ ആയി മാത്രം ഈ ദൗത്യത്തിന് വന്നവരല്ലേ. അവസാനം വരെ ഇന്ന് താങ്കളെ ആ വേണ്ട രീതിയിൽ പലപ്പോഴും പരിഗണിച്ചായി തോന്നുന്നു. അവഗണന എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ഒരു പെയിൻഫുൾ സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു കത്തിയെടുത്ത് നെഞ്ചത്ത് കുത്തിയാൽ പോലും അത്ര വേദനിക്കൂല. അതിനേക്കാൾ എത്രയോ വേദന ഉള്ള സാധനമാണ് ഈ അവഗണന എന്ന് പറയുന്നത്. സഹിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. അത്ര 101% സമർപ്പിച്ചിട്ട് അവഗണന നേരിടുമ്പോൾ ആ ഒരു വില. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ക്രെഡിറ്റ് ഒക്കെ ആർക്കെങ്കിലും പോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് സത്യത്തിൽ അർജുനെ കിട്ടിയതിന് ശേഷം ഞാൻ പല സമയത്തും പറയണമെന്ന് വിചാരിച്ചൊരു സംഭവമുണ്ട്. ഈ അർജുനെ കിട്ടിയ ആ ദിവസം ആ സമയം സത്യത്തിൽ ഞാൻ ഈ ചാനലുകാരോട് നന്ദി പറഞ്ഞ് ഞാൻ പിരിഞ്ഞു പോയ ആളാണ്. എൻ്റെ കൂടെ അന്ന് വരെ കൂടെ നിന്നൊരു കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിന് അർജൻറ്റായിട്ട് നാട്ടിലെത്തണം. എന്നെ സംബന്ധിച്ച് ഇന്ത്യയിലെ മൊത്തം ചാനലിൽ എന്നെ ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ദിവസം മൊത്തം ഇന്ത്യയിലെ ചാനലിൽ ഞാൻ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സമയത്ത് ഞാൻ കൃഷ്ണദാസിനെ അവിടുന്ന്, അതൊരു കാട് പ്രദേശം, അവിടുന്ന് 45 കിലോമീറ്റർ ദൂരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോയി. അപ്പോൾ കൃഷ്ണദാസും സഹോദരങ്ങളും പറഞ്ഞു, മനാഫിന് ഇതൊരു നല്ലൊരു സമയമാണ്, ലൈഫിൽ ഇനി കിട്ടൂല ചാനലാരിൽ. ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാളും പ്രധാനം കൃഷ്ണദാസ് ഏട്ടനെ എൻ്റെ വണ്ടിയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിട്ട് റെയിൽവേയിൽ വിട്ട് യാത്ര ആക്കണം. കാരണം ഈ 72 ദിവസം നിന്നതിൽ പല ദിവസങ്ങളും പട്ടിണിയാണ്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോ ഒരു വിഷമ അല്ല. പിന്നെ കൂടെ പട്ടിണി കിടന്ന ഒരാളാ. അപ്പോൾ ഞാൻ കൊണ്ടുപോയി വിട്ട് പയത് ഓർക്കുമ്പോ ഒരു വിഷമ. അപ്പം ഇതൊക്കെയാണ് ലൈഫിൽ ഉണ്ടായത്. ഇപ്പം ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ വളരെയധികം പ്രയാസം തോന്നുമായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ ഇനി എന്താ പറയുക, ലൈഫിൽ ഇതൊരു എന്താ പറയുക, മരിച്ച ആള് മരിച്ച്, പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ ഇപ്പോഴും തുടരുമ്പോൾ ഉള്ള ഒരു വിഷമം, അത്രേ ഉള്ളൂ. ഈ താങ്കൾ അതിന് ശേഷം ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ പലതും ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് ബിസിനസ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് തന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റിലാണ് അല്ലേ? അത് പുതിയ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചതാണോ? എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ? എന്താണ് ഇതിൻ്റെ എന്താന്ന് പറഞ്ഞാല്, ഇതൊരു യുണീക്ക് ഐഡിയ ആണ്. ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഇതിൻ്റെ ഓണർ ഞാനാണെന്ന് ആണ് തോന്നുമെങ്കിലും ഞാൻ ഇതിൻ്റെ മുൻപന്തിയിലുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് പാർട്ട്ണർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ആളുകള്, വൃദ്ധര്, അതുപോലെ വിധവകള്, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൽ താഴേക്കടയിലുള്ള ആളുകളെ നമ്മൾ എന്താക്കുകയാണ്, ഒരു സ്റ്റാൻഡേർഡ് ലോകോത്തര നിലവാരമുള്ള ബിസിനസ് രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവരാണ് പാർട്ട്നേഴ്സ്.
നല്ലൊരു കൃത്യമായിട്ട് കേരളത്തിൽ മൊത്തം ഇത് വ്യാപിച്ച് കഴിയുകയാണെങ്കിൽ ഈ പാർട്ട്ണർമാരായ ആളുകൾ ഒരു നല്ല എന്താണ് ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെണ്ടി ജീവിക്കേണ്ട, ആരെ മുന്നിലും കൈ നീട്ടാതെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും ഈ കാണുന്ന ബിസിനസ് സാമ്രാജ്യം ഇന്ത്യയും മനാഫ് കാൻഡി ആണെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പതുക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ M3R എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിറകിലുള്ള എല്ലാ ബിസിനസ്സും ഈ ആളുകളുടെ റോട്ടുമ്മൽ മാങ്ങ വിൽക്കുന്ന ആളുകൾ, റോട്ടുമ്മൽ ലോട്ടറി വിൽക്കണ, ഇതൊക്കെയാണ് എൻ്റെ പാർട്ട്ണർമാർ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുണീക്ക് ഐഡിയ ആണ്. അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആയാൽ ഇതൊരു ചരിത്ര. കാരണം എന്താ പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഇതൊരു വലിയ ഗുണം ചെയ്യും. എന്തായാലും ശിരൂരിലെ ദൗത്യത്തിൻ്റെ ഒരു മർമ്മപ്രധാന സ്ഥാനമായി, അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ നിന്നയാളാണ്. പിന്നീട് പല നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അതിൽ വലിയ വിഷമമുണ്ട്. അവഗണന എല്ലാ കാലത്തും വേദനിപ്പിക്കുന്നത് തന്നെയാണെങ്കിലും അർജുൻ്റെ ഭൗതിക ദേഹമെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നതിൻ്റെ ഒരു ആശ്വാസമാണ് മനാഫ് പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.